ലോകത്തേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകം ഏതാണ്? പല ഉത്തരങ്ങളും ഉണ്ടാകും. ലോകത്തേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും കോടിക്കണക്കിന് ആളുകളെ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിച്ചുയരുവാൻ സഹായിച്ചതുമായ മോട്ടിവേഷൻ ഗ്രന്ഥം ഏത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടാകും. ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. വിവിധ ഭാഷകളിലായി 30 കോടിയോളം പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞ് ഈ പുസ്തകത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ലളിതമായ രീതിയിൽ ആവിഷ്കരിക്കാനാണ് ശ്രമിക്കുന്നത്. ഏതെങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരാൾ ദുഃഖിതനും മറ്റൊരാൾ സന്തോഷവാനുമാകുന്നു. എന്തുകൊണ്ട്? ഒരാൾക്ക് പുരോഗതിയും മറ്റൊരാൾക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഒരാൾ ഭയമുള്ളവനും ഉത്കണ്ഠയുള്ളവനും മറ്റൊരാൾ പൂർണ്ണ വിശ്വാസിയും ആത്മവിശ്വാസിയുമാകുന്നു? എന്തുകൊണ്ട് ഒരാൾ മണിമേടയിലും അപരൻ ചേരിയിലും താമസിക്കുന്നു? ഒരാൾ മഹത്തായ വിജയം നേടുന്നവനും മറ്റൊരാൾ പരാജിതനുമാകുന്നത് എന്തുകൊണ്ട്? പ്രഭാഷകരിൽ ഒരാൾ വളരെയേറെ പ്രസിദ്ധനും അറിയപ്പെടുന്നവനും വേറെയൊരാൾ അറിയപ്പെടാത്തവനും തരം താണവനുമാകുന്നത് എന്തുകൊണ്ട്? എന്തു കാരണം കൊണ്ടാണ് ഒരാൾ സ്വന്തം ജോലിയിൽ പ്രഗത്ഭനായി തീരുമ്പോൾ മറ്റൊരാൾ തൻ്റെ പ്രയത്നം സഫലീകരിക്കാനോ വിജയത്തിലെത്തിക്കാനോ കഴിയാതെ ഉഴരേണ്ടി വരുന്നത്? ഒരാൾ മാരാരോഗത്തിൽ നിന്ന് മുക്തി നേടുകയും അപരന് അതിന് കഴിയാതെ വരുന്നതിൻ്റെയും അടിസ്ഥാനമെന്താണ്? എന്തുകൊണ്ട് അസാൻമാർഗികവും അധാർമികവുമായ ജീവിതം നയിക്കുന്നവരും ആരോഗ്യത്തോടെ ദീർഘനാൾ വിജയികളെപ്പോലെ ജീവിക്കുന്നു? ഒരു പെൺകുട്ടി സന്തോഷകരമായി ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ അവളുടെ സഹോദരി തകർന്ന ദാമ്പത്യ ജീവിതവുമായി മല്ലിട്ടു കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്കുത്തരം നൽകുവാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ഇത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്കറിയാമോ? തീർച്ചയായും നിങ്ങൾക്കിതിനുള്ള ഉത്തരങ്ങൾ അറിയാം. നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഈ ചോദ്യങ്ങൾക്കുള്ള ശരിയായ ഉത്തരങ്ങൾ അറിയാം. ചോദ്യങ്ങൾ ഒന്നാണെങ്കിലും ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവയുടെ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഓരോ വ്യക്തിയെയും ഉപബോധ മനസ്സിൽ നിന്നും ഈ ഉത്തരങ്ങൾ തേടിയെടുത്ത് അയാളെ വിജയത്തിലേക്ക് നയിക്കുവാനുള്ള ശക്തി പകരുവാൻ ബോധമനസ്സിനും ഉപബോധ മനസ്സിനും കഴിയും. അതിനു വേണ്ട അറിവും തിരിച്ചറിവും നൽകുകയാണ് ഈ പുസ്തകത്തിലൂടെ. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ മനസ്സ്. നമ്മളിലുള്ള മനഃശക്തിയെ തിരിച്ചറിഞ്ഞ് വിജയത്തിലേക്ക് കുതിക്കുവാൻ നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. അതിനാദ്യം മനസ്സെന്താണെന്നറിയണം. മനസ്സിന് വിവിധ തലങ്ങളുണ്ട്. മനഃശാസ്ത്രജ്ഞർ പല രീതിയിൽ മനസ്സിനെ വേർതിരിച്ച് പഠിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡോക്ടർ ജോസഫ് മർഫി മനസ്സിനെ 2 തലങ്ങളിലായി വേർതിരിച്ച് അവയുടെ സാധ്യതകളെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. ബോധമനസ്സ് അഥവാ കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് എന്നിങ്ങനെ 2 തരത്തിൽ മനസ്സിനെ വേർതിരിച്ചാണ് നാം പഠിക്കുന്നത്. ബോധമനസ്സും ഉപബോധ മനസ്സും എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയാണ് അവയുടെ പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇനി പറയുന്നു. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഒന്ന്, ബോധതലം. നിങ്ങളുടെ ബോധമനസ്സിൻ്റെ പ്രവർത്തന മേഖലയാണ് ഈ തലം. ബാഹ്യലോകവുമായി നാം ബന്ധപ്പെടുന്നത് മനസ്സിൻ്റെ ഈ തലത്തിലൂടെയാണ്. ബോധപൂർവം നാം ചെയ്യുന്ന എല്ലാ പ്രക്രിയകളും ഈ തലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിലെ പേശികളും അവയവങ്ങളും നമ്മുടെ ആഗ്രഹാനുസരണം ചലിപ്പിക്കാൻ കഴിയുന്നത് മനസ്സിൻ്റെ ഈ തലത്തിൻ്റെ പ്രവർത്തന ഫലമായാണ്. ഈ തലത്തിലുള്ള മനസ്സിൻ്റെ പ്രവർത്തനം പഞ്ചേന്ദ്രിയങ്ങളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിൻ്റെ ഈ തലവുമായി ബന്ധപ്പെടുത്തിയാണ് പ്രയത്നിക്കുക എന്ന പദം നാം ഉപയോഗിക്കുന്നത്.
ബോധതലത്തിൽ നമുക്കൊരു സമയത്ത് ഒരു പ്രവൃത്തി മാത്രമേ ചെയ്യാൻ കഴിയൂ. ഒരു സമയത്ത് ഒരു ചിന്ത മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. അതായത് ഒരു സമയം കഴിയുമെന്നും കഴിയില്ല എന്നുമുള്ള ചിന്തകൾ നമ്മിൽ നിലനിൽക്കില്ല. കഴിയുമെന്ന ചിന്തയുള്ളപ്പോൾ കഴിയില്ല എന്ന ചിന്ത നമ്മിൽ ജയിക്കും. എന്ന ചിന്തയുള്ളപ്പോൾ തോൽക്കുമെന്ന ചിന്ത നമ്മളിൽ ഉണരുന്നില്ല. ഒരു ഇരിപ്പിടത്തിൽ ഒരേ സമയത്ത് രണ്ടാണ്ടാ പേർക്കിരിക്കാൻ കഴിയാത്തതുപോലെ ബോധമനസ്സിന് ഒരേ സമയത്ത് ഒന്നിലധികം ചിന്തകൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരാൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റാലുടൻ മറ്റേയാൾക്കിരിക്കാം. വേണമെങ്കിൽ നല്ല വേഗതയിൽ ഇരുവർക്കും ഒരു ഇരിപ്പിടത്തിൽ മാറി മാറിയിരിക്കാം. വേഗത മൂലം കണ്ടു നിൽക്കുന്നവർക്ക് രണ്ടുപേരും ഒരേ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതായി തോന്നാം. ഇതുപോലെയാണ് ബോധതലത്തിലുള്ള ചിന്തകളും. പരസ്പരം വിരുദ്ധമായ ചിന്തകൾ ബോധതലത്തിൽ മാറി മാറി വരുമ്പോൾ ഒരേ സമയം ഒന്നിലധികം ചിന്തകൾ നമ്മളിലുള്ളതായി നമുക്ക് തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു സമയത്ത് ഒരു ചിന്ത മാത്രമേ നമ്മിൽ സാധ്യമാകൂ. യുക്തിപൂർവം ചിന്തിക്കുകയും തീരുമാനിക്കുകയും അത്ഭുതപ്പെടുകയും കണക്കുകൂട്ടലുകൾ നടത്തുകയും ഊഹിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ഭാഗമാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് കഴിഞ്ഞകാല അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി തീരുമാനമെടുക്കുന്നത് ഈ ബോധതലമാണ്. ഒരു ഉദാഹരണം പരിശോധിക്കാം. റോഡ് കുറുകെ കടക്കാൻ തുടങ്ങുമ്പോൾ ഒരു വാഹനം ദൂരെ നിന്നും വരുന്നത് കണ്ടു എന്നിരിക്കട്ടെ. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ കണ്ണുവഴി ബോധമനസ്സിൽ വാഹനത്തെ പറ്റിയുള്ള അറിവെത്തുന്നു. വാഹനവും നിങ്ങളും തമ്മിലുള്ള ദൂരവും വാഹനത്തിൻ്റെ വേഗതയും തമ്മിൽ താരതമ്യപ്പെടുത്തി സ്മൃതിതലത്തിൽ ശേഖരിച്ചിട്ടുള്ള കഴിഞ്ഞ കാലത്തെ സമാന അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി റോഡ് കുറുകെ കടക്കാനോ കടക്കാതിരിക്കാനോ വേഗത്തിൽ നടക്കാനോ വേഗം പിന്നോട്ടു മാറാനോ ബോധതലം തീരുമാനിക്കുന്നു. ബോധതലത്തിൻ്റെ തീരുമാനങ്ങൾ മനസ്സിൻ്റെ മറ്റു തലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അതായത് ഉപബോധ ശരീര നിയന്ത്രണ തലത്തിലേക്ക്. പുറകോട്ടു മാറൂ എന്ന തീരുമാനം ബോധമനസ്സറിയിച്ചാൽ കാലിലെ മാംസപേശികൾ പെട്ടെന്ന് ചലിച്ച് വേഗം നാം പിന്നോട്ടു മാറും. ഏതു കാൽ ആദ്യം പിന്നോട്ടു വെക്കണമെന്നോ എത്ര വേഗം പുറകോട്ടു മാറണമെന്നോ നാം ബോധപൂർവം തീരുമാനിക്കേണ്ടതില്ല. കാരണം ആ ചലനമപ്പോൾ നിയന്ത്രിക്കുന്നത് ഉപബോധ ശരീര നിയന്ത്രണ തലമാണ്. ഒരു കാവൽക്കാരനെ പോലെയാണ് ബോധതലം പലപ്പോഴും പ്രവർത്തിക്കുക. ആരെ അകത്തേക്ക് വിടണം, എന്ത് അകത്തു നിന്നും പുറത്തേക്ക് വിടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ബോധതലമാണ്. പൂർണ്ണമായും നമുക്ക് നിയന്ത്രിക്കാവുന്ന ഒരു തലമാണിതെങ്കിലും പലപ്പോഴും നാം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അബോധപൂർവമായ ചില ചായ്വുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് ബോധതലം കഴിഞ്ഞകാല അനുഭവങ്ങളുടെ തടവറയിലാണ് സാധാരണ കഴിയുന്നത്. ഈ തടവറയിൽ നിന്നും ബോധതലത്തെ മുക്തമാക്കുമ്പോഴാണ് നമ്മുടെ മനഃശക്തി ക്രിയാത്മകമായി ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ ബോധതലം പലപ്പോഴും പ്രക്ഷിപ്തമായ അവസ്ഥയിലാണ്. ഒരു കസേരയിൽ വളരെ വേഗം അനേകം ആളുകൾ മാറി മാറിയിരിക്കുന്നതുപോലെ നിരന്തരം നമ്മിൽ ചിന്തകൾ വന്നുപോയിക്കൊണ്ടിരിക്കും. ചിന്തകളുടെ ഈ ബാഹുല്യം കാരണം നാം എല്ലായ്പ്പോഴും ഒരു സംഭ്രാന്തിയിലാണ് ജീവിക്കുന്നത്. ഒരേ സമയം മനസ്സിൻ്റെ എല്ലാ തലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്നാൽ ബോധതലത്തിൻ്റെ ഭാഗമായ ഒന്നാണ് അവബോധമെന്ന് പറയുന്നത്, അഥവാ അവെയർനെസ്. ബോധതലത്തിൻ്റെ പ്രത്യേകതയായ അവബോധം തീക്ഷ്ണമാക്കുകയാണ് മനസ്സിനെ അതിൻ്റെ തടവറയിൽ നിന്നും മുക്തമാക്കുവാനുള്ള ഏക വഴി. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സംഭവിക്കുന്നതിനെക്കുറിച്ച് ബോധവാനാകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അവബോധം തീക്ഷ്ണമാകാൻ തുടങ്ങും. അവബോധം വർദ്ധിക്കുന്നതിനനുസരിച്ച് മനസ്സിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും നമുക്ക് വ്യക്തത ലഭിക്കും. ഈ വ്യക്തതയാണ് ജീവിത വിജയം നേടാൻ നമ്മെ സഹായിക്കുന്നത്. 2. ഉപബോധ ശരീര നിയന്ത്രണ തലം അഥവാ സബ് കോൺഷ്യസ് ബോഡി കൺട്രോൾ ലെവൽ. ശരീരത്തിലെ അവയവങ്ങളുടെയും പേശികളുടെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും ശരിയായും താളാത്മകമായും നടത്തുകയും ചെയ്യുന്നത് മനസ്സിന്റെ ഈ തലമാണ്. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളൊന്നും തന്നെ നമ്മുടെ ബോധപൂർവമായ നിയന്ത്രണത്തിലുള്ളവയല്ല. നിരന്തരമായ പരിശീലനം കൊണ്ട് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നമുക്കൊരു പരിധിവരെ സ്വാധീനിക്കാൻ കഴിയും. ഓരോ നിമിഷവും നമുക്ക് ശരീരത്തിൽ അനേകം ചലനങ്ങൾ നടക്കുന്നുണ്ട്.
നമ്മുടെ ശരീരത്തിൽ 10 കോടി മീറ്റർ രക്തവാഹിനികളുണ്ട്. എന്നാൽ 6-7 ലിറ്റർ രക്തം മാത്രമേ നമ്മളിലുള്ളൂ. ഇത്രയും രക്തം ഓരോ സമയത്തും ഏതൊക്കെ രക്തവാഹിനികളിലൂടെ പ്രവഹിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ശരീര നിയന്ത്രണ തലമാണ്. വയറു നിറച്ച് ഭക്ഷണം കഴിച്ചാൽ അങ്ങോട്ടുള്ള രക്തപ്രവാഹം കൂട്ടുകയും തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയ്ക്കുകയും ചെയ്യുന്നത് ഈ തലമാണ്. ഈ പ്രത്യേകത മൂലമാണല്ലോ നിറയെ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഉറക്കം വരുന്നത്. ഓരോ 24 മണിക്കൂറും നമ്മുടെ ബോധപൂർവമായ ശ്രമമില്ലാതെ 23,000 തവണ നാം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. 1,00,000 തവണ നമ്മുടെ ഹൃദയമിടിക്കുന്നു. 9,000 തവണ നാം കണ്ണു ചുമ്മുന്നു. ഓരോ നിമിഷവും 20 ലക്ഷം ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അനേകം ചലന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലമാണ് ഉപബോധ ശരീര നിയന്ത്രണ തലം അഥവാ സബ് കോൺഷ്യസ് ബോഡി കൺട്രോൾ ലെവൽ. ഉപബോധ മനസ്സ് ഒരിക്കലൊരു ആശയം സ്വീകരിച്ചാൽ പിന്നെ അത് നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിക്കും എന്നതാണ് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഉപബോധ മനസ്സിന്റെ നിയമം എന്താണെന്ന് വെച്ചാൽ അത് നല്ല ആശയമായാലും മോശം ആശയമായാലും ഒരിക്കൽ സ്വീകരിച്ചാൽ പിന്നെ അത് നടപ്പിലാക്കുന്നതിന് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ നിയമം നിഷേധാത്മക വഴിയിലൂടെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പരാജയത്തിനും നിരാശയ്ക്കും ദുഃഖത്തിനും കാരണമാകുന്നു. നിങ്ങളുടെ സ്വാഭാവികമായുള്ള ചിന്ത പൊരുത്തമുള്ളതും ക്രിയാത്മകവുമാണെങ്കിൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവും വിജയവും അഭിവൃദ്ധിയും അനുഭവിക്കും. ശരിയായ മാർഗത്തിലൂടെ ചരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും തുടങ്ങുന്നു. എങ്കിൽ മനസ്സമാധാനവും ശാരീരികമായ ആനന്ദവും തീർച്ചയായും ഉണ്ടാകും. നിങ്ങൾ മാനസികമായും അനുഭവത്തിലൂടെയും സത്യമാണെന്ന് അവകാശപ്പെടുന്നതിനെ നിങ്ങളുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും നിങ്ങളുടെ അനുഭവത്തിലൂടെ കൊണ്ടുവരികയും ചെയ്യുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരാശയം സ്വീകരിക്കുന്ന കാര്യമേ നിങ്ങൾക്ക് ചെയ്യുവാനുള്ളൂ. ഒരിക്കൽ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും ആരോഗ്യവും പുരോഗതിയും നിങ്ങളുടെ ഉപബോധ മനസ്സ് കൊണ്ടുവന്നിരിക്കും. നിങ്ങൾ ആജ്ഞാപിക്കുകയോ ശാസിക്കുകയോ ചെയ്യുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വാസപൂർവം സ്വാധീനിക്കപ്പെട്ട ആശയത്തെ നടപ്പിലാക്കിയിരിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ നിയമം ഇതാകുന്നു. നിങ്ങളുടെ ബോധമനസ്സിൽ നിങ്ങൾ പരിരക്ഷിക്കുന്ന ആശയത്തിൻ്റെയും ചിന്തയുടെയും പ്രകൃതി അനുസരിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പ്രതികരണമോ മറുപടിയോ തീരുമാനിക്കപ്പെടും. മനഃശാസ്ത്രജ്ഞരും മനോരോഗ ചികിത്സകരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇതാണ്. ചിന്തകൾ ഉപബോധ മനസ്സിലേക്ക് വിനിമയിക്കപ്പെടുമ്പോൾ തലച്ചോറിലെ സെല്ലുകളിൽ മുദ്രണം ചെയ്യപ്പെടുന്നു. ഉപബോധ മനസ്സ് ഒരാശയത്തെ സ്വീകരിച്ചാലുടനെ ഒട്ടും താമസം കൂടാതെ നടപ്പിലാക്കാൻ തുടങ്ങുന്നു. ആശയങ്ങളുമായി സംഗമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ നിങ്ങൾ ജീവിതകാലത്ത് ശേഖരിച്ചു വെച്ചിട്ടുള്ള അറിവിൻ്റെ ഓരോ അംശത്തെയും അത് ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങളിലുള്ള വിവേകത്തെയും ഊർജത്തെയും അനന്തശക്തിയെയും അത് ആവാഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് ഉടനെ തന്നെ പരിഹാരം കാണുന്നതിനെ ശ്രമിക്കുന്നതായും തോന്നുന്നു. മറ്റവസരങ്ങളിൽ അത് ദിവസങ്ങൾ, ആഴ്ചകൾ അല്ലെങ്കിൽ കൂടുതൽ സമയമെടുക്കുന്നു. അതിൻ്റെ വഴികൾ കാലാനന്തരം കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ബോധമനസ്സും ഉപബോധമനസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ബോധമനസ്സും ഉപബോധമനസ്സും രണ്ടു മനസ്സുകളല്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അവ രണ്ടും ഒരു മനസ്സിനുള്ളിലെ രണ്ടു പ്രവർത്തന മേഖലകളാണ്. നിങ്ങളുടെ ബോധമനസ്സ് യുക്തിപൂർവം ചിന്തിക്കുന്ന ഒരു മനസ്സാണ്. ആ ഒരു അവസ്ഥയിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന കാര്യം മനസ്സ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിത പങ്കാളി ഇവരെ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ ബോധമനസ്സാലെയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നും ബോധപൂർവമായി തിരഞ്ഞെടുക്കുക എന്ന പ്രക്രിയ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഹൃദയം സ്വയം പ്രേരിതമായിരിക്കുന്നു. ഒഴിച്ചുകൂടാനാവാത്ത ജീവധാരാ പ്രവർത്തനങ്ങളായ ദഹനം, രക്തസംക്രമണം, ശ്വസനം എന്നിവ ഉപബോധ മനസ്സിനാൽ നടത്തപ്പെടുന്നു. ഇവ നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രമാണ്. നിങ്ങൾ യുക്തിപരമായി വിശ്വസിക്കുന്നതിനെ ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നു. ബോധമനസ്സ് ചെയ്യുന്നത് പോലെ ഉപബോധ മനസ്സ് യുക്തിപരമായി ചിന്തിക്കുന്നില്ല. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ഒരു പ്രോഗ്രാം ആവശ്യമാണ്. എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയായിരിക്കും ആ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുക.
മനുഷ്യരും ഇതുപോലെ തന്നെയാണ്. ബാഹ്യ സാഹചര്യങ്ങൾ, ചിന്തകൾ, ജീവിത ചുറ്റുപാടുകൾ തുടങ്ങിയവയൊക്കെ ഓരോ മനുഷ്യരുടെയും ജീവിതം ഏത് രീതിയിൽ കടന്നു പോകണമെന്ന് തീരുമാനിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിൽ കാലകാലങ്ങളായി നിങ്ങളെക്കുറിച്ച് വളർത്തിയെടുത്തിരിക്കുന്ന ധാരണകൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രോഗ്രാമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കഴിവുകൾ ഇത്രയൊക്കെയേ ഉള്ളൂ, എനിക്ക് ഇത്രമാത്രം ഉയരുവാനേ സാധിക്കുകയുള്ളൂ, എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, ഇന്നത്തെ അവസ്ഥയിലും കൂടുതൽ മികവുറ്റ അവസ്ഥയിലേക്ക് നീങ്ങുവാൻ എനിക്കാവില്ല തുടങ്ങി ഒട്ടേറെ ചിന്തകളിലൂടെയാണ് നമുക്ക് നമ്മെക്കുറിച്ചുള്ള ധാരണകൾ രൂപപ്പെടുന്നത്. ഈ ധാരണകളാകുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നാം ആരായി തീരണമെന്നും എവിടെ എത്തണമെന്നും തീരുമാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ധാരണകളാകുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തിരുത്തി എഴുതി നമുക്കും ജീവിതത്തിൽ ഉന്നതമായ വിജയം സ്വന്തമാക്കാനാകുമോ? തീർച്ചയായും സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് ഉത്തരം. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ പൊളിച്ചെഴുതാൻ കഴിയും. നമ്മുടെ മാതാപിതാക്കൾ, അധ്യാപകർ, സഹപ്രവർത്തകർ, ജീവിത പങ്കാളി തുടങ്ങിയവരൊക്കെ നമ്മെക്കുറിച്ച് പറയുന്ന കമൻറ്റുകളിൽ നിന്നാണ് പലപ്പോഴും നമുക്ക് നമ്മെക്കുറിച്ചുള്ള ധാരണകൾ രൂപപ്പെടുക. ഈ ധാരണകൾ പലപ്പോഴും സത്യമായിരിക്കണമെന്നില്ല. നമ്മുടെ യഥാർത്ഥ കഴിവും മൂല്യവും നാം നമ്മെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നതിലും വളരെ വലുതായിരിക്കും. ഇവിടെ വിജയത്തിൻ്റെതായ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തുകയാണ് അത്യുന്നതമായ വിജയങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നിടത്ത് എന്നെക്കൊണ്ട് ഇതിന് കഴിയുമെന്ന് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് പറയുക. ദുർബല മനസ്സുമായി ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രശ്നങ്ങളായിരിക്കും. സമചിത്തതയോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ വെല്ലുവിളികളാകും. ശക്തമായ മനസ്സോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ അവസരങ്ങളാകും. ചില വിശ്വാസങ്ങളും ധാരണകളും കേട്ടറിവുകളും നമ്മെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന് ജോസഫ് മർഫി ഒരു ഉദാഹരണം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാം. എൻ്റെ അടുത്ത ഒരു ബന്ധു ഇന്ത്യയിലായിരുന്ന സമയത്ത് ഒരു ജ്യോത്സ്യനെ സമീപിച്ചു, തൻ്റെ ഭാവി എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി. അങ്ങനെ അയാളുടെ ഭാവിയെപ്പറ്റി ആ ജ്യോത്സ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് ദുർബലമായ ഒരു ഹൃദയമാണുള്ളത്. അടുത്ത ചന്ദ്രോദയത്തിന് മുൻപ് നിങ്ങൾക്ക് മരണം സംഭവിക്കും. എൻ്റെ ബന്ധു ഇതു കേട്ട് അമ്പരന്നുപോയി. ഭയചകിതനായ അയാൾ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനത്തെപ്പറ്റി വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞു. അയാൾ തൻ്റെ വക്കീലിനോട് വിൽപത്രം പരിഷ്കരിക്കപ്പെട്ടതാണോ എന്ന് പരിശോധിച്ചു. ആ പ്രവചനം നടത്തിയ സന്യാസിനി വളരെയധികം അറിയപ്പെടുന്നവരും അവരുടെ പ്രവചനം ഇതുവരെ തെറ്റിട്ടില്ല എന്നും അവർക്ക് അതീന്ദ്രിയ ശക്തിയുണ്ടെന്നും അവർക്ക് താൻ കൈകാര്യം ചെയ്യുന്നവരെ നന്നാക്കാനും നശിപ്പിക്കാനും കഴിയുമെന്നും എൻ്റെ ബന്ധു ശക്തമായി വിശ്വസിച്ചു. നമ്മളിൽ പലരും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അയുക്തികരവും ബുദ്ധിശൂന്യവുമായ അന്ധവിശ്വാസങ്ങളിൽ അകപ്പെടാറുണ്ട്. പുതിയ ചന്ദ്രോദയം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അയാൾ കൂടുതൽ ജീവിതത്തിൽ നിന്നും പിന്തിരിയാൻ തുടങ്ങി. ഒരു മാസം മുൻപ് വരെ ആ മനുഷ്യൻ വളരെ സന്തോഷവാനായി കാണപ്പെട്ടിരുന്നു. അയാൾ ആവേശമുള്ളവനും ഊർജ്ജസ്വരതയുള്ളവനുമായിരുന്നു. ഇപ്പോൾ അയാൾ രോഗിയെ പോലെയായി, തികച്ചും അവശനായി. ആ സന്യാസിനി പ്രവചിച്ച ദിവസം അയാൾക്ക് മാരകമായ ഹൃദയാഘാതമുണ്ടായി. സന്യാസിനിയാണ് തൻ്റെ മരണകാരണം എന്നറിയാതെ അയാൾ മരിച്ചു. ഇങ്ങനെയുള്ള കഥകൾ കേട്ട് വിറയ്ക്കാത്തവരാരാണുള്ളത്? ഈ ലോകം മുഴുവൻ പരമരഹസ്യമായ അനിയന്ത്രിതമായ ശക്തികൾ നിറഞ്ഞതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഭയന്നിട്ടുണ്ട്. അതെ, ഈ ലോകം മുഴുവൻ ശക്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ അവ പരമരഹസ്യമായതോ അനിയന്ത്രിതമായവയോ അല്ല. ശക്തമായ നിഷേധകമായ നിർദ്ദേശത്തെ തൻ്റെ ഉപബോധ മനസ്സിലേക്ക് കടത്തിവിട്ട് എൻ്റെ ബന്ധു തന്നെ കൊല്ലുകയായിരുന്നു. അയാൾ സന്യാസിനിയുടെ ശക്തിയിൽ വിശ്വസിച്ചു. അയാൾ അവരുടെ പ്രവചനത്തെ പൂർണ്ണമായും സ്വീകരിച്ചു. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചതെന്ന് മറ്റൊരു കാഴ്ചപ്പാടോടെ നോക്കാം.
നോക്കാം. ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്ന വഴിയെപ്പറ്റി നമുക്കറിയാമല്ലോ. യുക്തിപരമായി ചിന്തിക്കുന്ന ബോധമനസ്സ് എന്താണ് വിശ്വസിക്കുന്നത് അത് ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. ഭാവി കാര്യങ്ങളെപ്പറ്റി പറയാൻ കഴിവുള്ള ആ സന്യാസിനിയെ കണ്ടപ്പോൾ എൻ്റെ ബന്ധു അവരുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയനായി കഴിഞ്ഞു. അവർ അയാൾക്ക് നിഷേധാത്മകമായ നിർദ്ദേശങ്ങളാണ് നൽകിയത്. അയാൾ അത് സ്വീകരിച്ച് ഭയമുള്ളവനായി മാറി. അയാൾ തുടർച്ചയായി ആ പ്രവചനത്തെപ്പറ്റി ചിന്തിച്ച് സ്വന്തം നാശത്തിന് വഴിയൊരുക്കി. അയാൾ അപ്രകാരം അടുത്ത ചന്ദ്രോദയത്തിന് മുൻപ് മരിക്കാൻ പോവുകയാണെന്ന വിശ്വാസത്തിന് ഉറപ്പു നൽകി. അയാൾ ഓരോരുത്തരോടും ഇക്കാര്യം വിളിച്ചു പറഞ്ഞു. അയാൾ ആ ദിവസത്തിനായി തയ്യാറെടുത്തു. അയാളുടെ തന്നെ ഭയവും ജീവിതാന്ത്യത്തെ പറ്റിയുള്ള കാത്തിരിപ്പും ഉപബോധ മനസ്സ് സത്യമായി കരുതി പ്രതികരിച്ചു. അങ്ങനെ അയാളുടെ തുടർച്ചയായ ചിന്ത, ഉറച്ച വിശ്വാസം പിന്നീട് മരണമെന്ന സംഭവമായി മാറി. അയാളുടെ മരണത്തെക്കുറിച്ച് പ്രവചനം നടത്തിയ സന്യാസിനിക്ക് പുരയിടത്തിൽ കിടക്കുന്ന കല്ല്, വടി ഇവയേക്കാൾ വലിയ ശക്തിയൊന്നുമില്ല. അവർ നിർദ്ദേശിച്ചതുപോലെ അവരുടെ നിർദ്ദേശത്തിനും ശക്തിയില്ല. എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിനുള്ള ശക്തിയുമില്ല. അയാൾ മനസ്സിൻ്റെ നിയമങ്ങളെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ നിഷേധാത്മക നിർദ്ദേശങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുമായിരുന്നു. അയാൾ അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയില്ലായിരുന്നു. അയാൾക്ക് തൻ്റെ ജീവിതമാകുന്ന വ്യാപാരത്തെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന സുരക്ഷിതമായ അറിവോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. ആ സന്യാസിനിയുടെ പ്രവചനം യുദ്ധരംഗത്തുള്ള ഒരു ടാങ്കിൻ്റെ നേർക്കെറിയപ്പെട്ട തകരപ്പാട്ടയായി മാറിയേനെ. തനിക്ക് ഒരു ദോഷവും വരാതെ ആ സന്യാസിനിയുടെ പ്രവചനത്തെ അകറ്റാനും നിഷ്ക്രിയമാക്കാനും അനായാസം കഴിയുമായിരുന്നു. എന്നാൽ അതിനു പകരം അറിവില്ലായ്മയുടെയും ബോധമില്ലായ്മയുടെയും കുറവിനാൽ അയാൾ തന്നെ കൊല്ലാൻ അനുവദിച്ചു. മറ്റൊരാളുടെ നിർദ്ദേശങ്ങൾക്ക് നിങ്ങളിൽ ഒരു ശക്തിയുമില്ല. നിങ്ങൾ അവയെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് അവയ്ക്ക് ശക്തി കൈവരുന്നത്. നിങ്ങൾ മാനസികമായി സമ്മതം നൽകേണ്ടതുണ്ട്. നിങ്ങൾ ആ നിർദ്ദേശത്തെ സൽക്കരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ അത് നിങ്ങളുടെ ചിന്തയായി മാറുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് അനുഭവമാക്കി മാറ്റുന്നതിനെ പരിശ്രമിക്കുന്നു. നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കാൻ ഒരാൾക്കേ കഴിയൂ. ആ വ്യക്തി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സന്തോഷങ്ങളെയും വിജയങ്ങളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഏക വ്യക്തി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ബോസ് മാറിയതുകൊണ്ടോ സുഹൃത്തുക്കളോ കമ്പനിയോ മാറിയതുകൊണ്ടോ നിങ്ങളുടെ ജീവിതം മാറുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരണമെങ്കിൽ നിങ്ങൾ തന്നെ മാറണം. അത് നിങ്ങളിൽ നിന്നു തന്നെ തുടങ്ങണം. അത് ഇന്നു തന്നെ ആരംഭിക്കണം. അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന വിശ്വാസങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു വരണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് എന്ന് തിരിച്ചറിയണം. ആരെയും പഠിച്ചതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. നഷ്ടങ്ങൾ മാത്രമേ അത് നിങ്ങൾക്ക് സമ്മാനിക്കൂ. ഒരു കോഴിമുട്ട പുറമേ നിന്നുള്ള ശക്തി കൊണ്ട് പൊട്ടിയാൽ അവിടെ ജീവൻ പൊലിയുന്നു. നേരെ മറിച്ച് ഉള്ളിൽ നിന്നുള്ള ശക്തി കൊണ്ട് പൊട്ടിയാൽ അത് ജീവന്റെ ആരംഭമാണ്. മഹത്തായ കാര്യങ്ങളെല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നാണ് പിറവികൊള്ളുന്നത്. ഈ അധ്യയനത്തിൽ പറഞ്ഞ ആശയങ്ങൾ നമുക്ക് ഏതാനും പോയിന്റുകളായി സംഗ്രഹിക്കാം. 1. നല്ലത് ചിന്തിക്കുക, നന്മ പിന്നാലെ എത്തും. മോശമായത് ചിന്തിക്കുക, തിന്മ അനുഗമിക്കുന്നു. നിങ്ങൾ ദിവസം മുഴുവൻ എന്താണോ വിചാരിക്കുന്നത് നിങ്ങൾ അതുതന്നെയാകുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് വാദപ്രതിവാദം ചെയ്യുന്നില്ല. നിങ്ങളുടെ ബോധമനസ്സ് എന്താണ് ശാസനാരൂപത്തിൽ പറയുന്നത് അത് സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമാക്കാനായി പ്രവർത്തിക്കുന്നു. ഉത്തമമായ ചിന്തയെ തിരഞ്ഞെടുക്കുക, തീർപ്പ് കൽപ്പിക്കുക. ഞാനത് വാങ്ങും, എൻ്റെ മനസ്സിൽ ഞാനതിന് തീരുമാനമെടുത്തു കഴിഞ്ഞു. 3. തിരഞ്ഞെടുക്കുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ആരോഗ്യവും സന്തോഷവും തിരഞ്ഞെടുക്കുക. സ്നേഹശീലനായിരിക്കണമോ അതോ സ്നേഹശീലമില്ലാത്തവനായിരിക്കണമോ അതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സഹകരിക്കാനും സന്തോഷമുള്ളവനായിരിക്കാനും സ്നേഹശീലനായി കഴിയാനും തിരഞ്ഞെടുക്കുക. ലോകം മുഴുവൻ അതിന് അനുകൂലമായി പ്രതികരിക്കും. ആശ്ചര്യകരമായ ഒരു വ്യക്തിത്വം വികസിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം ഇതാണ്. നിങ്ങളുടെ ബോധമനസ്സ് പടിവാതിലിലെ കാവൽക്കാരനാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ തെറ്റായ ആശയങ്ങൾ പതിയാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് അതിൻ്റെ ജോലി. എന്തെങ്കിലും നന്മയുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുവാനുള്ള കഴിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. സന്തോഷത്തെയും ബുദ്ധിയെയും തിരഞ്ഞെടുക്കുക. 5. മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കോ പ്രസ്താവനകൾക്കോ നിങ്ങളെ മുറിപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളുടെ സ്വന്തം ചിന്തയാണ് യഥാർത്ഥത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി.
മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളെയും പ്രസ്താവനകളെയും നിരാകരിക്കാനും നല്ലതിനെ സ്വീകരിക്കാനും വേണ്ടി തിരഞ്ഞെടുക്കുക. എങ്ങനെ പ്രതികരിക്കണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. 6. നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുക. ഞാൻ തോൽക്കും, എൻ്റെ ജോലി നഷ്ടമാകും, എനിക്ക് വാടക നൽകാൻ കഴിയുകയില്ല. ഇപ്രകാരം ഒരിക്കലും പറയരുത്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് തമാശ സ്വീകരിക്കുവാൻ കഴിയുകയില്ല. അത് എല്ലാം കടന്നു പോകുന്നതിനു വേണ്ടി ശ്രവിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ചീത്തയല്ല. പ്രകൃതിയുടെ ഒരു ശക്തിയും ചീത്തയല്ല. അത് പ്രകൃതി ശക്തികളെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. എവിടെയുമുള്ള ജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനും രോഗം ഭേദപ്പെടുത്തുന്നതിനുമുള്ള പ്രചോദനം നൽകുന്നതിനും നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കുക. 8. എന്നെക്കൊണ്ട് കഴിയുകയില്ല എന്ന് ഒരിക്കലും പറയരുത്. താഴെ പറയുന്ന ആശയത്തെ അതിനു പകരമായി ഉപയോഗപ്പെടുത്തുക. എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയിലൂടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയും എന്ന്. 9. നിത്യമായ സത്യങ്ങളുടെയും ജീവിത തത്വങ്ങളുടെയും നിലപാടിൽ നിന്ന് വേണം ചിന്തിക്കേണ്ടത്, അല്ലാതെ ഭയത്തിൻ്റെയും അറിവില്ലായ്മയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും നിലപാടിൽ നിന്നല്ല. ഒരിക്കലും മറ്റുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ സ്വന്തം ചിന്തകളെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക. 10. നിങ്ങളുടെ ആത്മാവിൻ്റെ ക്യാപ്റ്റൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വിധിയുടെ യജമാനൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള കഴിവുണ്ടെന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ജീവിതത്തെ തിരഞ്ഞെടുക്കുക, ആരോഗ്യത്തെ തിരഞ്ഞെടുക്കുക, സന്തോഷത്തെ തിരഞ്ഞെടുക്കുക. 11. നിങ്ങളുടെ ബോധമനസ്സ് ഊഹിക്കുന്നതും വിശ്വസിക്കുന്നതുമായ സത്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അംഗീകരിക്കുന്നതിനും കടന്നു പോകുന്നതിനുമായി ശ്രമിക്കും. നല്ല ഭാഗ്യമുണ്ടാകുന്നതിനും ദിവ്യമായ മാർഗനിർദ്ദേശത്തിനും ശരിയായ പ്രവൃത്തിക്കും ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തിനും വേണ്ടിയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുക. എല്ലാ മനുഷ്യരിലും അപാരമായ കഴിവുകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. ചിലരത് കണ്ടെത്തുന്നു, മറ്റു ചിലർ കണ്ടെത്തുന്നില്ല. ഈ വ്യത്യാസം മാത്രമാണ് വിജയികളും പരാജിതരും തമ്മിലുള്ളത്. സ്വയം ഒരു അത്ഭുതമെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നവൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. അസാമാന്യ പ്രതിഭകളോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരോ ആയി ആരും ജനിക്കുന്നില്ല. തനത് ശൈലിയിലൂടെ ശരാശരി മികവുകളെ സ്വയം കണ്ടെത്തി പരിപോഷിപ്പിച്ചവരാണ് പിന്നീട് ചരിത്രം തിരുത്തുന്നത്. നെഗറ്റീവായ ചിന്താരീതികളും അർത്ഥശൂന്യമായ ഭയാശങ്കകളും മനസ്സിൽ നിന്നും തുടച്ചു നീക്കുമ്പോൾ അടുത്തുള്ള അവസരങ്ങളും കാണാൻ സാധിക്കും. ഉപബോധ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടണമെങ്കിൽ ഉപബോധ മനസ്സിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് അറിയേണ്ടതുണ്ട്. ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങളുടെ ഉപബോധ മനസ്സ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് രാത്രിയും പകലും പ്രവർത്തന നിരതമാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ശരീരത്തിൻ്റെ നിർമ്മാതാവാണ്. എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന നിശബ്ദമായ പ്രവർത്തനക്രമത്തെ സബോധം നിരീക്ഷിക്കാനോ കേൾക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ ഇടപാടുകൾ ഉപബോധ മനസ്സുമായിട്ടല്ല, ബോധമനസ്സുമായിട്ടാണ്. നിങ്ങളുടെ ബോധമനസ്സിനെ ഏറ്റവും നല്ലതിനെ പ്രതീക്ഷിക്കുന്നതായി സൂക്ഷിക്കുക. സ്നേഹം, ന്യായം, പൊരുത്തം ഇവയെ അടിസ്ഥാനമാക്കി സ്വാഭാവികമായി ചിന്തിക്കുന്നതിനെ ഉറപ്പാക്കുക. നിങ്ങളുടെ സ്വാഭാവികമായ ചിന്തയനുസരിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സ് എല്ലായ്പ്പോഴും പ്രകാശിപ്പിക്കുകയും പുനഃസൃഷ്ടി നടത്തുകയും സ്പഷ്ടമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കിയതിനാൽ ഇന്നു മുതൽ ബോധമനസ്സിനെ ശ്രദ്ധിക്കാൻ ആരംഭിക്കുക. സൗത്ത് വെസ്റ്റേൺ ഫ്രാൻസിലെ ലോർദ്സ് ലോകത്തിലെ ഏറ്റവുമധികം കീർത്തികേട്ട ചികിത്സാലയങ്ങളിലൊന്നാണ്. മെഡിക്കൽ വിഭാഗത്തിലെ ലൈബ്രറി അത്ഭുതകരമായ ചികിത്സ സംബന്ധിച്ച കേസുകളുടെ ആധികാരിക റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഒന്നാണ്. അവയിലൊന്നാണ് അന്ധയായ മാഡം ബയറിൻ്റെ കേസ്. അവരുടെ കണ്ണിലെ ഞരമ്പുകേടായി പ്രവർത്തനക്ഷമമല്ലാതെയായി കഴിഞ്ഞിരുന്നു. ലോർദ്സിൽ വന്നതിന് ശേഷം അവർക്ക് കാഴ്ച തിരികെ ലഭിച്ചു. ഇതിനെക്കുറിച്ച് റൂത്ത് ഗ്രാൻസ്റ്റൺ എന്ന പ്രൊട്ടസ്റ്റന്റ് വനിത പഠിക്കുകയും 1955 നവംബർ ലക്കം മക്കാൾസ് മാഗസിനിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. മാഡം ബയറേസ് ചികിത്സിച്ച പല ഡോക്ടർമാരും അവരുടെ കണ്ണിലെ ഞരമ്പുകൾ ഉപയോഗപ്രദമല്ല എന്ന് രേഖപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് 1 മാസം കഴിഞ്ഞ് കാഴ്ച തിരികെ ലഭിച്ചു. വീണ്ടും അവരുടെ കണ്ണ് പരിശോധിച്ചപ്പോൾ അവരുടെ കാഴ്ച സംബന്ധിയായ അവയവവും പ്രവർത്തനവും പൂർണ്ണമായും സാധാരണ സ്ഥിതിയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ മർഫി പല പ്രാവശ്യം ലോർദ് സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ രോഗം ഭേദമാകുന്നതിന് സാക്ഷിയാവുകയും ചെയ്തു. അതേക്കുറിച്ച് ഇനി വരുന്ന ഭാഗങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നുറപ്പാണ്, ഏതു വിശ്വാസം നിങ്ങളെ രോഗശാന്തിയിലെത്തിക്കും.
എൻ്റെ പൂർണ്ണമായ വിശ്വാസം മാഡം ബയറിന് കാഴ്ചശക്തി തിരികെ ലഭിക്കാൻ സഹായിച്ചത് രോഗശുശ്രൂഷാ കേന്ദ്രത്തിലെ ദിവ്യജലമല്ല, മറിച്ച് അവരുടെ ഉപബോധ മനസ്സാണ്. വിശ്വാസം ഉപബോധ മനസ്സിലെ ചിന്തയാണ്. അതിൻ്റെ അർത്ഥം സത്യമായിട്ടുള്ള ഒന്നിനെ സ്വീകരിക്കുക എന്നതാണ്. സ്വീകരിക്കപ്പെട്ട ചിന്ത താനേ തന്നെ അത് നടപ്പിലാക്കി. മാഡം ബയർ വലിയ പ്രതീക്ഷയോടും വിശ്വാസത്തോടു കൂടിയാണ് രോഗശുശ്രൂഷാ കേന്ദ്രത്തിൽ പോയത്. ഹൃദയം കൊണ്ട് തൻ്റെ രോഗം ഭേദമാകുമെന്ന് അവർ വിശ്വസിച്ചു. അവരുടെ ഉപബോധ മനസ്സ് അതനുസരിച്ച് പ്രതികരിച്ചു. അത് അവരിൽ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്ന രോഗനിവാരണ ശക്തി സ്വതന്ത്രമാക്കി. കണ്ണിനെ സൃഷ്ടിച്ച ഉപബോധ മനസ്സിന് പ്രവർത്തനരഹിതമായ ഞരമ്പുകളെ പ്രവർത്തനക്ഷമമാക്കാനും അങ്ങനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും കഴിഞ്ഞു. സൃഷ്ടികരമായ തത്വം എന്താണോ സൃഷ്ടിച്ചത് അതിനെ പുനഃസൃഷ്ടി നടത്താനും കഴിയും. നിങ്ങളുടെ വിശ്വാസം അതനുസരിച്ച് അത് നടപ്പിലാക്കി തരുന്നു. ഉപബോധ മനസ്സിലേക്ക് പൂർണ്ണ ആരോഗ്യമെന്ന ആശയത്തെ കടത്തിവിടുന്നതിനുള്ള വേറൊരു അത്ഭുതകരമായ വഴി ചിട്ടയോടെ അല്ലെങ്കിൽ ശാസ്ത്രീയ ഭാവനയിലൂടെ ചെയ്യുമെന്നതാണ്. പ്രവൃത്തി സംബന്ധിച്ച തളർവാദം എന്ന രോഗത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഡോക്ടർ മർഫി ഒരാളോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ നിങ്ങളെപ്പറ്റി തിളക്കമുള്ള ഒരു ഇമേജ് മനസ്സിൽ സൃഷ്ടിക്കുക. നിങ്ങൾ പഴയതുപോലെ ഓഫീസിൽ പണിയെടുക്കുന്നു, മുറിയിൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകുന്നു, ഡെസ്കിൽ തൊടുന്നു, ടെലിഫോണിൽ കൂടി മറുപടി പറയുന്നു. ചുരുക്കത്തിൽ അസുഖമൊട്ടുമില്ലാത്ത ഒരാളെ പോലെ എല്ലാ ജോലികളും ചെയ്യുന്നു. പൂർണ്ണ ആരോഗ്യത്തെപ്പറ്റി ഈ മാനസിക ഭാവന അയാളുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കുമെന്ന് ഞാൻ അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ആ വ്യക്തി ഞാൻ പറഞ്ഞ പ്രകാരം ചെയ്യുകയുണ്ടായി. അയാൾ തൻ്റെ ഉപബോധ മനസ്സിന് നിശ്ചിതവും മൂർത്തവുമായ ജോലിയാണ് ഏൽപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി. അയാളുടെ ഉപബോധ മനസ്സാകുന്ന ഫിലിമിൽ അയാൾ മനസ്സിൽ കണ്ട ഭാവനാചിത്രം പതിഞ്ഞു. അയാളുടെ ഭാവനാചിത്രം ചിട്ടയോടെ തീവ്രതയോടെ പല ആഴ്ചകളോളം തുടരുകയുണ്ടായി. അങ്ങനെ എല്ലാവരും പുറത്തു പോയിരുന്നപ്പോൾ ടെലിഫോൺ ശബ്ദിച്ചു. ടെലിഫോൺ അയാളുടെ കിടക്കയിൽ നിന്നും 12 അടി അകലെയായിരുന്നു ഇരുന്നത്. എന്നിട്ടും അയാൾക്ക് അതിലൂടെ മറുപടി നൽകാൻ സാധിച്ചു. അയാളുടെ തളർവാദം അപ്രത്യക്ഷമായി. അയാളുടെ ഉപബോധ മനസ്സിൽ രോഗശുശ്രൂഷ വരുത്തുന്ന ശക്തമായ പ്രതിസ്പന്ദിച്ചിട്ടുണ്ടായിരുന്നു. അത് അയാളിലുള്ള ഭാവനാചിത്രത്തിന് അനുരൂപമായിരുന്നു. അയാളൊരു കടുത്ത മാനസിക ആഘാതത്തിന് വിധേയനായിരുന്നു. അയാളുടെ തലച്ചോറിൽ നിന്നും കാലുകളിലേക്ക് ഞരമ്പ് വഴി പ്രചോദനം എത്തിയിരുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് നടക്കാനും കഴിഞ്ഞിരുന്നില്ല. അയാൾ തന്നിലുള്ള രോഗശുശ്രൂഷ വരുന്ന ശക്തിയിലേക്ക് സർവ്വശ്രദ്ധയും കേന്ദ്രീകരിച്ചപ്പോൾ ആ ശക്തി അയാൾ കേന്ദ്രീകരിച്ച ദിശയിലേക്ക് ഒഴുകിയെത്തി. അയാൾക്ക് വീണ്ടും നടക്കാനുള്ള ശക്തി ലഭിച്ചു. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്താവശ്യപ്പെടുമോ വിശ്വാസമുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ശരീരത്തിലെ മർമ്മപ്രധാനമായ എല്ലാ ജോലികളും നിയന്ത്രിക്കുന്നു. അതെല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരങ്ങളും അറിയുന്നു. ഉറങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിശ്ചിതമായ അപേക്ഷ നൽകുക. നിങ്ങൾക്ക് സ്വയം ഉപബോധ മനസ്സിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയുടെ തെളിവ് ലഭിക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയുന്നത് എന്തൊക്കെയാണോ അവ ഭൂമിയാകുന്ന സ്ക്രീനിൽ വ്യവസ്ഥകളായും സംഭവങ്ങളായും അനുഭവങ്ങളായും പ്രകാശിക്കപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ബോധമനസ്സിൽ സൽക്കരിക്കുന്ന ആശയങ്ങളെയും ചിന്തകളെയും ശ്രദ്ധയോടെ പരിശോധിക്കുക. പ്രവർത്തനത്തിൻ്റെയും പ്രതിപ്രവർത്തനത്തിൻ്റെയും നിയമം സർവ്വദേശീയമാണ്. നിങ്ങളുടെ ചിന്തയാണ് പ്രവൃത്തി. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ തന്നത്തായുള്ള പ്രതികരണമാണ് പ്രവർത്തനം. നിങ്ങളുടെ ചിന്തകളെ സൂക്ഷിക്കുക. പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളാണ് എല്ലാ നിരാശയ്ക്കും കാരണം. നിങ്ങൾ തടസ്സങ്ങളിലും കാലതാമസം വരുത്തുന്ന കാര്യങ്ങളിലും പ്രയാസങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതനുസരിച്ച് പ്രതികരിക്കുകയും നിങ്ങൾ സ്വയം നിങ്ങളുടെ നന്മയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ ഇപ്രകാരം ബോധപൂർവം സ്വീകരിക്കുകയാണെങ്കിൽ ജീവിത തത്വം നിങ്ങളിലൂടെ പൊരുത്തത്തോടെ താളാത്മകതയോടെ പ്രവഹിക്കുന്നതാണ്. ഉപബോധ മനസ്സ് എനിക്ക് തന്ന ഈ ആഗ്രഹം ഇപ്പോൾ എന്നിലൂടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാ സംഘർഷങ്ങളെയും ഇല്ലാതാക്കുന്നു. നിങ്ങൾക്ക് ശല്യം, ഭയം, ഉത്കണ്ഠ ഇവയിലൂടെ നിങ്ങളുടെ ഹൃദയം, ശ്വാസകോശങ്ങൾ, മറ്റവയവങ്ങൾ ഇവയുടെ പ്രവർത്തനത്തിൽ ഇടപെടാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ താളൈക്യം, ആരോഗ്യം, സമാധാനം എന്നീ ചിന്തകളിലൂടെ പരിപോഷിപ്പിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സാധാരണഗതിയിലാകും. ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുന്നതിനായി നിങ്ങളുടെ ബോധ മനസ്സിനെ തിരക്കുള്ളതാക്കി മാറ്റുക. നിങ്ങളുടെ ബോധ മനസ്സിന്റെ സ്വാഭാവിക ചിന്തയനുസരിച്ച് ഉപബോധ മനസ്സ് പ്രതികരിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ സന്തോഷകരമായി അവസാനിക്കുന്നതായി സങ്കല്പിക്കുക. അതിന്റെ പൂർത്തീകരണത്തിലൂടെ ഉണ്ടാകുന്ന ആനന്ദത്തെ ഭാവനയിൽ കാണുക. നിങ്ങൾ സങ്കല്പിക്കുന്നത് നിങ്ങളുടെ അനുഭൂതിയായി മാറുന്നതിന് വേണ്ടി നിങ്ങളുടെ ഉപബോധ മനസ്സ് തയ്യാറാക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രണത്തിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മനസ്സും ചിന്തകളും നിയന്ത്രിക്കുന്നത് നിങ്ങൾ തന്നെയാണോ? നിങ്ങളുടെ ബ്രെയിൻ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നും വിപരീത ദിശയിലാണോ? എങ്കിൽ മനസ്സിലാക്കുക, നമ്മുടെ ബ്രെയിൻ ഒരിക്കലും നമ്മളെ യാദൃച്ഛികമായ വിജയത്തിലേക്ക് എത്തിക്കില്ല. ഏത് പാതയിലേക്ക് നാം സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ബ്രെയിനിന് നാം നൽകുന്ന പ്രോഗ്രാമുകളാണ്. തലച്ചോറിന് കൃത്യമായി ട്രെയിനിങ് നൽകിയാൽ മാത്രമേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റിസൾട്ട് നൽകുകയുള്ളൂ. കൃത്യമായി ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മസ്തിഷ്കവും മനസ്സും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കും. എന്നാൽ നമ്മൾ അതിനെ അതിൻ്റെതായ വഴിക്ക് വിടുകയാണെങ്കിൽ ഫലം വിപരീതമായിരിക്കും. മസ്തിഷ്കവും മനസ്സും അനിയന്ത്രിതമായി പ്രവർത്തിക്കുന്നവർക്ക് ജീവിതത്തിൽ നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കും കൂടുതൽ. നമ്മുടെ ബ്രെയിനിന് കൃത്യമായി ട്രെയിനിങ് നൽകുന്ന പ്രക്രിയയാണ് സെൽഫ് ബ്രെയിൻ വാഷ്. ഇതിലൂടെ നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നാണെങ്കിലും
നമ്മുടെ ലക്ഷ്യത്തെയും സ്വപ്നങ്ങളെയും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക എന്നതാണ് ബ്രെയിൻ വാഷിലൂടെ സംഭവിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നേടിയെടുക്കുന്നത് വരെ നേടിയെടുത്തു കഴിഞ്ഞതായി നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഇതിന് സാധിക്കുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ ബ്രെയിൻ അതിനനുസരിച്ച് വഴങ്ങുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കും, നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യും. അതിനാൽ നിരന്തരം സെൽഫ് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും സഞ്ചരിക്കാൻ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങാം. ഇതിനായി ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടയുക. സാവധാനം ശ്വാസമെടുക്കുക. ശ്വാസമെടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. അല്പസമയം ഇങ്ങനെ ഡീപ്പ് ബ്രത്ത് എടുക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും മനസ്സിൽ ആവർത്തിച്ച് പറയുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തുഷ്ടനാണ്. എൻ്റെ മനസ്സ് വളരെയധികം ശാന്തമാണ്. ഓരോ ദിവസവും എനിക്ക് പുരോഗതി നേടിത്തരുന്ന ദിവസങ്ങളാണ്. എൻ്റെ ചിന്തകൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. എൻ്റെ ചിന്തകൾ എനിക്കനുകൂലമായി പ്രവർത്തിക്കുന്നു. എൻ്റെ മനസ്സ് പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറിത്തുടങ്ങുകയാണ്. എൻ്റെ മനസ്സും ശരീരവും ഫ്രഷായി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കെപ്പോഴും ഊർജ്ജസ്വലമായി അനുഭവപ്പെടുന്നു. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾക്ക് വ്യായാമം നൽകുകയാണ്. ഇതിലൂടെ എൻ്റെ മനസ്സ് ശാന്തവും ശക്തവുമാവുകയാണ്. ഈ ലോകത്തിൽ എൻ്റെ മുന്നിൽ വന്നു ചേരുന്നതെല്ലാം പോസിറ്റീവാണ്. ഈ പ്രകൃതി വളരെ മനോഹരമാണ്. ഈ പ്രകൃതിയിൽ നിന്നും ഞാൻ ഒരുപാട് പഠിക്കുകയാണ്. ഈ പ്രകൃതി എന്നെ സഹായിക്കുകയാണ്. എന്നെ സഹായിക്കുവാൻ ഈ പ്രപഞ്ചം സദാ തയ്യാറാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്തരിക ശക്തി ഞാൻ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഠിനമായ അവസരങ്ങളിലും എൻ്റെ മനോബലം ശക്തമായി തന്നെ നിലകൊള്ളുകയാണ്. എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നത് ഞാൻ കേൾക്കുന്നു. എൻ്റെ ജീവിതം ഓരോ ദിവസവും സുരക്ഷിതമായി കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടി മാത്രം സംഭവിക്കുന്നതാണ്. ഭാവിയിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് സംഭവിക്കുന്നത്. എൻ്റെ ഭാവി വളരെ സന്തോഷം നിറഞ്ഞ ഒന്നാവുകയാണ്. ഞാൻ ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും ശാന്തത അനുഭവിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ശാന്തമായും സന്തോഷത്തോടെയും ഇരിക്കുകയാണ്. ഓരോ സാഹചര്യത്തെയും ആഴത്തിൽ പഠിക്കുവാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളെയും ഞാൻ അവസരങ്ങളായി കണ്ടുകൊണ്ട് അവയെ നേരിടും. എനിക്ക് സാഹസം വളരെ ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതെനിക്ക് ആനന്ദം നൽകും. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന എല്ലാ സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ്. അതിനാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും സ്വീകരിക്കുന്നു. എൻ്റെ ചുറ്റും ശക്തമായ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിറയുകയാണ്. എൻ്റെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആളുകൾ നിറയുകയാണ്. എന്നിലേക്ക് സന്തോഷവും സമൃദ്ധിയും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പൂർവകാലത്തിൽ എനിക്ക് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പിഴവുകൾക്കും എന്നോട് തന്നെ ക്ഷമിക്കുകയാണ്. എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം ഞാൻ ക്ഷമിക്കുകയാണ്. ഞാൻ സന്തോഷത്തോടെ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ ജീവിതം എനിക്ക് ലഭിച്ച ഒരു അവസരമാണ്. ഈ അവസരം ഞാൻ അതിശക്തമായി ഉപയോഗിക്കും. എൻ്റെ ജീവിതം ഞാൻ എൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവിതം മാറുകയാണ്. എനിക്കെൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ അധികാരമുണ്ട്. എൻ്റെ മനസ്സ് ശാന്തമാവുകയാണ്. എൻ്റെ മനസ്സ് സന്തുഷ്ടമാവുകയാണ്. എൻ്റെ മനസ്സ് സംതൃപ്തമാവുകയാണ്. ഞാൻ അതിശക്തമായി മാറുകയാണ്. ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുന്ന ഒരു കാന്തമായി ഞാൻ മാറുകയാണ്. എനിക്ക് പ്രപഞ്ചത്തിൻ്റെ സഹായമുണ്ട്. എനിക്ക് ഈശ്വരൻ്റെ സഹായമുണ്ട്. ഈശ്വരൻ എൻ്റെ മനസ്സിനെ മനസ്സിലാക്കുന്നു. ഈശ്വരൻ എനിക്കായി സഹായങ്ങൾ നൽകുന്നു.
പ്രപഞ്ചം എനിക്കായി അവസരങ്ങൾ ഒരുക്കുന്നു. ഞാനതെല്ലാം നേടിയെടുത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും ആകർഷിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും ആകർഷിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും ആകർഷിക്കുകയാണ്. ലോകപ്രശസ്തനായ എൽ നൈറ്റിംഗേൽ പറഞ്ഞ വാക്കുകളാണിത്. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ഭാവി സൃഷ്ടിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട്. ന്യൂറോ സയൻസ് പ്രകാരം ബ്രെയിൻ ഒരു സ്റ്റോറേജ് യൂണിറ്റാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും സ്പർശിക്കുന്നതുമായ നിരവധി കാര്യങ്ങൾക്കാണ് അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. മാത്രമല്ല, നാം ജീവിക്കുന്ന ഓരോ സെക്കൻഡിലും പുതിയ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: നമ്മുടെ സാഹചര്യമാണോ നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തേണ്ടത്, അതോ നമ്മുടെ ചിന്തകളാണോ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റേണ്ടത്? നിങ്ങളുടെ ഒരു ദിവസത്തെ ദിനചര്യ ഒന്ന് വിലയിരുത്തി നോക്കുക. ഒരു സാധാരണ വ്യക്തി ഒരു ദിവസം എന്തൊക്കെയായിരിക്കും ചെയ്യുക? രാവിലെ ഉണരുന്നു, അയാളുടെ പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, ഉച്ചയ്ക്ക് വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, ജോലി തുടരുന്നു, വൈകിട്ട് ചായ കുടിക്കുന്നു, രാത്രി വീട്ടിലെത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. നമ്മളിൽ പലരും ഈ രീതിയിൽ തന്നെ ആയിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയൊന്ന് ആലോചിച്ചു നോക്കുക, നമ്മുടെ ചിന്തകൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇന്ന് ചിന്തകൾക്കൊരു രീതിയിലും വ്യത്യാസമില്ലെങ്കിൽ എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റമുണ്ടാവുക? എന്തെങ്കിലും പുതുതായി നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിക്കാൻ പോലും തയ്യാറാകാതെ റിസൾട്ട് ലഭിക്കുമെന്ന് കരുതുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. നമ്മുടെ ചിന്തകൾ അനുസരിച്ചായിരിക്കും നമ്മുടെ ബ്രെയിനിൽ ന്യൂറോണുകളുടെ സിഗ്നലുകൾ രൂപപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അതുപോലെ തന്നെ മാറ്റങ്ങളില്ലാതെ തുടരും. അതിനെ ക്വാണ്ടം ലോ എന്ന് പറയുന്നു. ഈ നിയമപ്രകാരം ഒരു സാഹചര്യം അനുസരിച്ച് മാത്രം മുന്നോട്ടു പോകുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. നമ്മുടെ ഉപബോധ മനസ്സിനെ മറ്റൊരു തരത്തിലേക്ക് മാറ്റിവിടണമെങ്കിൽ അതിനായി ഭൗതിക ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും. ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തിക്ക് അയാൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നു. വളരെ സന്തോഷത്തോടെ ആ ജോലിയിൽ പ്രവേശിക്കുന്നുദ്ദേശിക്കുന്നു. പിന്നീട് അയാൾ അതിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാര്യമായി പുതിയതൊന്നും പഠിക്കാനോ പുതിയ മാറ്റങ്ങൾക്കായി ശ്രമിക്കാനോ തയ്യാറാകുന്നില്ല. ഒടുവിൽ അയാൾ വർഷങ്ങൾക്ക് ശേഷം ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്യുന്നു. ഈ വ്യക്തി തനിക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ അതിനായി ആഗ്രഹിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ കാലങ്ങൾ തള്ളി നീക്കിയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇവിടെ അയാൾ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ തീവ്രമായി ആഗ്രഹിക്കുകയോ അതിനായി കഠിനമായി ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡും ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ല. നാം അതിതീവ്രമായ ആഗ്രഹത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ വളരെ പവർഫുള്ളായ സബ് കോൺഷ്യസ് മൈൻഡും അതിനായി പ്രവർത്തിച്ചു തുടങ്ങും. ഇവിടെ ഉദാഹരണമായി രണ്ടും ചരിത്രപുരുഷന്മാരുടെ ജീവിതം പരിശോധിക്കാം. ഒന്ന് മഹാത്മാഗാന്ധി, മറ്റൊന്ന് മാർട്ടിൻ ലൂതർ കിങ്. ഗാന്ധിജിക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു ലക്ഷ്യം. അദ്ദേഹം ഇതിനകം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെയാണ് വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം അതിനെ സംശയത്തോടെ അല്ല നോക്കിക്കണ്ടത്. ഇതുപോലെ തന്നെയാണ് മാർട്ടിൻ ലൂതർ കിങ്ങും പ്രവർത്തിച്ചത്. താഴ്ന്നവരായി കണക്കാക്കിയിരുന്ന ഒരു സമൂഹത്തിന് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞതായാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു ലക്ഷ്യമോ ആഗ്രഹമോ ഉണ്ടെങ്കിൽ അതിതിനകം തന്നെ നടന്നതായി ഉറച്ചു വിശ്വസിക്കണം.
നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളെ സംശയത്തോടെയല്ല നോക്കിക്കാണേണ്ടത്. നമ്മൾ നമ്മുടെ ലിമിറ്റുകൾക്കുപരിയായി ചിന്തിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കാര്യമാക്കി പ്രവർത്തിക്കുകയുള്ളൂ. ജീവിതത്തിൽ വിജയിക്കേണ്ടവർക്ക് അവരുടെ ചുറ്റുപാടുകളേക്കാൾ ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ സാധിക്കണം. നിങ്ങൾ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യാത്ത നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനകം തന്നെ മനസ്സിൽ കാണാൻ കഴിയും. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അവ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും കഴിയൂ. എന്നാൽ ന്യൂറോ സയൻസ് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്കതീതമായി നമുക്ക് പല കാഴ്ചകളും അനുഭവിക്കാനും ഉൾക്കൊള്ളാനും കഴിയും. നമ്മൾ ഓരോരുത്തരും എന്താണോ അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി. കൂടുതൽ പേരും കരുതുന്നത് പേഴ്സണാലിറ്റിയെ മാറ്റിയെടുക്കാൻ കഴിയാത്ത ഒന്നായാണ്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിനെ കൃത്യമായി പ്രോഗ്രാം ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പേഴ്സണാലിറ്റി സൃഷ്ടിക്കാൻ കഴിയും. നമ്മുടെ ചിന്തകൾ ബ്രെയിനിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ന്യൂറോ നെറ്റ്വർക്ക് സൃഷ്ടിക്കും. നമ്മുടെ കഴിവുകളെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ടാകും. എന്നാൽ ഇതൊരിക്കലും യാഥാർത്ഥ്യമല്ല. കാരണം നമ്മുടെ കഴിവുകൾ നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ കൂടുതലായിരിക്കും. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ, ഇതാണ് എൻ്റെ ലിമിറ്റ് എന്നൊക്കെ നമ്മൾ നിരന്തരം ചിന്തിക്കുമ്പോൾ അത് ആജീവനന്ത കാലത്തേക്ക് ബ്രെയിനിൽ ഫീഡ് ചെയ്യപ്പെടും. ഈ മെമ്മറിയെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സ്ഥിരമായി ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പ്രവേശിക്കും. പുതുതായൊന്നും ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മുടെ അവസ്ഥ എന്തു തന്നെയാണോ അതിൽ തന്നെ തുടരും. നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന കാഴ്ചപ്പാടും നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന ഉൾക്കാഴ്ചയും വേർതിരിച്ചറിയാൻ സബ് കോൺഷ്യസ് മൈൻഡിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും, അത് പണമാകട്ടെ ആരോഗ്യമാകട്ടെ, അതിതിനകം തന്നെ നമുക്ക് ലഭിച്ചു എന്ന രീതിയിൽ നാം വിഷ്വലൈസ് ചെയ്യുക. ഇത് നിരവധി തവണ റിപ്പീറ്റ് ചെയ്യണം. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് യാഥാർത്ഥ്യമാണെന്ന് കരുതാൻ തുടങ്ങും. കൂടുതലായി വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോണുകളുടെ പുതിയൊരു കണക്ഷൻ ഉണ്ടാകുന്നു. ഒരു കൂട്ടം ന്യൂറോണുകളുടെ കണക്ഷൻ ഉണ്ടാകുമ്പോൾ ബ്രെയിൻ അതിനനുസരിച്ച് പുതിയ കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കെമിക്കലുകൾ നമ്മുടെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നാം വളരെ പെട്ടെന്ന് തന്നെ ഇമോഷണലി അറ്റാച്ച് ആകും. തുടർച്ചയായി ഉണ്ടാകുന്ന ഇമോഷൻസ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇനി എങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് കടന്നു വരുന്നതെന്ന്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു തരത്തിലും മാറ്റത്തിന് വിധേയമായി തുടങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നേരിട്ട് കാര്യങ്ങളെ വിലയിരുത്താനോ ഫീഡ് ചെയ്യാനോ കഴിയില്ല. അതിന് ഡേറ്റ നൽകുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ്, അതായത് ബോധമനസ്സ്. ബോധപൂർവം നൽകുന്ന കാര്യങ്ങളാണ് ഉപബോധ മനസ്സിൽ ഫീഡ് ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ ഉള്ളിലൂടെ എന്തൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് കടന്നു പോകുന്നതെന്ന് ഒരു തവണയെങ്കിലും വിലയിരുത്തണം. അത് ആവശ്യമായ കാര്യമാണോ അനാവശ്യമായ കാര്യമാണോ എന്ന് ക്ഷമയോടെ വിലയിരുത്തണം. നമ്മുടെ ചിന്തകളിൽ കൂടുതലും നെഗറ്റീവായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അനാവശ്യമായി ചിന്തിച്ച് നാം കൂടുതൽ നിരാശപ്പെടും. തുടർന്ന് നമ്മുടെ ബ്രെയിൻ ചില മോശം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ഈ ഹോർമോണുകൾ ശരീരത്തെ സാരമായി ബാധിക്കും. നമ്മുടെ ബ്രെയിൻ വൈകാരികമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാകില്ല. ഇമോഷണലി തളരുന്ന ഒരവസ്ഥയിൽ നിന്നും ഏറ്റവും പെട്ടെന്ന് മോചിതയാകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം. ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ആശങ്കപ്പെടാതെ വർത്തമാനകാലത്തിൽ തുടരാൻ നമ്മെ സഹായിക്കുന്ന നല്ലൊരു ശീലമാണ്. മെഡിറ്റേഷൻ എന്നത് വെറുതെ ഒരിടത്തിരിക്കുക എന്നതല്ല, അതൊരു ക്ഷമ വേണ്ട പ്രോസസ്സാണ്.
വർത്തമാനകാലത്ത് നാം എന്താണ് എന്നത് കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു തരത്തിലുള്ള മെഡിറ്റേഷൻ പരിശീലിക്കാൻ നമുക്ക് കഴിയണം. സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ഊർജം നേടണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ചിന്തകൾ കൂടുതലും നെഗറ്റീവായിരിക്കും. നാം ആകുലതകളെ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. ഉദാഹരണത്തിന്, നമ്മൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കും. ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കും. പ്രൊഫഷണൽ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, തകർന്ന ബന്ധങ്ങൾ, ഇവയൊക്കെയായിരിക്കും കൂടുതലായി ഉണ്ടാകുന്ന ചിന്തകൾ. എപ്പോഴും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബ്രെയിനിൽ നിരവധി മോശം കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആഡ്രിനാലിൻ, കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകളുടെ അതിപ്രസരം ശാരീരികമായും മാനസികമായും നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് മോശം അനുഭവങ്ങൾ മാത്രമേ കൊണ്ടുവരും. ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അതിനെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കണം. 2026 ഞാൻ എന്തായിരിക്കണം, 2030 ഞാൻ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നാം മനസ്സിൽ കാണുകയും അതിനായി പ്രവർത്തിക്കുകയും വേണം. അല്ലാതെ 2030 എത്തുമ്പോൾ നമ്മുടെ കാര്യം ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്നത് നാം കൃത്യമായി ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. ഇത്ര വർഷം കഴിഞ്ഞ് നമ്മുടെ ആരോഗ്യം, സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി എഴുതി വയ്ക്കുക. ഇങ്ങനെ എഴുതി വയ്ക്കുന്നതിനെയാണ് വിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചിന്തകളെ എപ്പോഴും അതിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ വിഷൻസിനെ റിയാലിറ്റിയായി ഉൾക്കൊള്ളണം. ലക്ഷ്യത്തിലെത്താനായി നാം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വിഷ്വലൈസ് ചെയ്യുക. ഓരോ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും ഡീപ്പായി വിഷ്വലൈസ് ചെയ്യണം. ഒരു വിഷൻ ഉണ്ടായാൽ അതിനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയണം. ഇവിടെ പാസ്റ്റ് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഫ്യൂച്ചർ ടു പ്രസന്റ് എന്ന രീതിയിൽ ചിന്തിക്കണം. പുതിയ തരത്തിലുള്ള ചിന്തകൾ രൂപപ്പെടുമ്പോൾ ന്യൂറോണുകൾ പുതിയ കണക്ഷനുകൾ സൃഷ്ടിക്കും. തുടർന്ന് ബ്രെയിനിൽ കെമിക്കൽ ചേഞ്ചുകൾ ഉണ്ടാകും. എല്ലായ്പ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. ലക്ഷ്യത്തിലെത്തുന്നതുവരെ നമ്മുടെ വിഷ്വലൈസേഷൻ തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ പഴയ അവസ്ഥയിൽ നിന്നും പുതിയ അവസ്ഥയിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിഷ്വലൈസേഷനിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മുടെ വരുതിയിലേക്ക് എത്തിക്കാനും കഴിയും. നിങ്ങൾക്ക് എത്ര മോശം അവസ്ഥയിൽ നിന്നും നല്ലൊരവസ്ഥയിലേക്ക് എത്താൻ കഴിയും. അതിനു വേണ്ടത് നിങ്ങളുടെ ചിന്തകളെ മാറ്റുക എന്നത് മാത്രമാണ്. നിങ്ങളാണ് നിങ്ങളുടെ ഭാവി സൃഷ്ടിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ. പ്രപഞ്ച ശക്തിക്ക് നന്ദി. നന്ദി. നന്ദി.